ഹായ് അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അമ്രാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യൂ. ഇതാണ് ഇന്ന് ഉണ്ടാക്കുന്നതിൻ്റെ ഇൻഗ്രീഡിയൻസ്. 1.5 cup milk powder, 1/2 cup milk, ghee 1/4 cup. നമുക്കൊരു പാത്രം എടുത്തൊന്ന് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചേർത്തൊന്ന് നല്ല മിക്സാക്കി കൊടുക്കുക. കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ലിക്വിഡ് ഫോം മാറി തിക്കായി വരുന്നത് വരെ. ഇത് തിക്കായി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറും കൂടി മാറി വരും. അപ്പോൾ നമുക്കറിയാം ഇത് റെഡിയായി എന്ന്. അതുവരെ നല്ല ഇളക്കിക്കൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ അടിപിടിക്കാൻ ചാൻസസ് കൂടുതലാണ്. നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഡഫ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിൽ മാറ്റി വെച്ച് സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി 3 കപ്പ് ഷുഗർ, one cup വാട്ടർ. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. സിറപ്പ് ബോയിലായി വരുമ്പോഴേക്കും ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാലൊന്ന് ഇട്ട് കൊടുക്കാം. പാൽ ഇതിലേക്ക് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഡേർട്ടെല്ലാം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് ബോയിലാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം ബോയിലായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡേർട്ടെല്ലാം മുകളിലേക്ക് വന്നിട്ടുള്ളത്. അടുത്തതായി നമുക്ക് ഈ ഡേർട്ടെല്ലാം സ്ട്രെയിനർ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ടീ സ്ട്രെയിനർ കൊണ്ടും ക്ലീൻ ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് സാഫ്രോണും കുറച്ച് കാർഡമം പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ സിറപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗുലാബ് ജാമുന് വേണ്ടിയിട്ടുള്ള ഡഫ് ഒന്ന് റെഡിയാക്കാം. നേരത്തെ നമ്മൾ ഡഫ് ഉണ്ടാക്കി മാറ്റി വെച്ചതാണ്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്തതായി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വാട്ടറും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കാർഡമം പൗഡർ. ഇതെല്ലാം ഒന്ന് കുഴച്ചെടുക്കുക.
സോഫ്റ്റ് ടെക്സ്ചർ ആകുന്നത് വരെ നല്ല കുഴച്ചെടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറയുന്നത്. നമ്മുടെ ഡഫ് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നു. നമുക്കിതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. ബോൾസ് ഉണ്ടാക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചുണ്ടാക്കണം. ക്രാക്ക് ലൈൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ ആയിരിക്കണം. അങ്ങനെ നമുക്ക് ഇതേപോലെ എല്ലാ ബോൾസും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബോൾസ് റെഡിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ കടായിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അകത്ത് വെന്ത് കിട്ടൂല. അതുകൊണ്ടാണ്. നമ്മുടെ ബോൾസ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിറപ്പിലേക്കൊന്ന് മാറ്റിയിടാം. ഇതേപോലെ നമുക്ക് മറ്റ് ബോൾസും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടി 2 hours വേണം. 2 hours കഴിഞ്ഞിട്ടാണ് കഴിക്കേണ്ടത്. അതുവരെ ഈ ഷുഗർ സിറപ്പ് എല്ലാം നല്ല വലിച്ച് പിടിക്കുന്നതാണ്. 2 hours കഴിഞ്ഞ് ഞാൻ ഈ ഗുലാബ് ജാമുൻ തിന്നാൻ വേണ്ടി മാറ്റിയെടുക്കുന്നു. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. പ്ലീസ് നിങ്ങളിത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ് ആൻഡ് താങ്ക് യു.